ഡിസംബർ 26 വൈകിട്ട് 5 മണിക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. 29 യുവതലമുറയെ കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു പ്രതിഭാ സംഗമം നടത്തുന്നു. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ 15,000-ഓളം വിദ്യാർത്ഥികൾ കേരളത്തിലുണ്ട്. അതില് സ്റ്റേറ്റ് സിലബസ് ഒരു 12,000-ഓളം പേരുമാണ്. അത് 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കൂടെ CBSE എല്ലാം കൂടെ കൂടി 15,000 പേരാണ്. അവർക്കെല്ലാം ഞാൻ വ്യക്തിപരമായ കത്ത് അയക്കുക. ആ പ്രതിഭാ സംഗമത്തിൽ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം പങ്കെടുക്കുന്നു. വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവാദത്തിൽ ഏർപ്പെടും. 29 ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് പരിപാടി ഉദ്ദേശിക്കുന്നത്. 2 മണിക്കൂറോളം അദ്ദേഹം പങ്കെടുക്കാമെന്ന് സംഭവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ മികച്ച ജൈവ കർഷക കുടുംബം, വ്യക്തിക്കെന്നുള്ളൊരു ശരിയല്ല, കർഷക കുടുംബത്തിനാണ് കൊടുക്കുന്നത്. 2 ലക്ഷം രൂപയുടെ അവാർഡാണ്. കർഷക തിലക അവാർഡും പ്രശംസാവും. ഇത്തവണ അഡീഷണൽ ആയിട്ട് ഇടുക്കി ജില്ലയ്ക്ക്, ഞാൻ ഇടുക്കി ജില്ലയുടെ ചാർജ് എനിക്കുള്ളത് കൊണ്ട് മികച്ച ജൈവ കർഷകർ ജില്ലയ്ക്കകത്ത്, അതുപോലെ ക്ഷീര കർഷകനുള്ള അവാർഡ് 6 ലക്ഷം രൂപ. പിന്നെ ഏറ്റവും നല്ല ഫാം ജേർണലിസ്റ്റിനും അവാർഡ്. ജേർണലിസ്റ്റ്, ശില്പശാലകൾക്കുള്ള പ്രദർശനം, മത്സരം, സസ്യ പ്രദർശനം, കാലി പ്രദർശനം, അടുക്കളത്തോട്ട മത്സരം, വിദ്യാർത്ഥികളുടെ കലാ സാഹിത്യ മത്സരം എന്നിവയുടെ ഉണ്ടാവും. കാർഷിക രംഗത്ത്, ഗവേഷണ രംഗത്ത് പ്രാഗൽഭ്യം ശാസ്ത്രജ്ഞന്മാരും വിദഗ്ധരും നയിക്കുന്ന ശില്പശാലത്തിൽ ഉണ്ടാവും. ഇത്തവണ ഈ മത്സരങ്ങളുടെ കൂട്ടത്തില് സാറിന് ഏറ്റവും നല്ല സംഗീത സംവിധായകനും ഗാനരചിതാനും അവാർഡ് നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നു. ഇത്തവണ ഏറ്റവും നല്ല ചലച്ചിത്രം, ഏറ്റവും നല്ല സംവിധായകൻ, ഏറ്റവും നല്ല നടൻ, നടി, സംഗീത സംവിധായകൻ, ഗാനരചയിതാവ്, ഗായകൻ, ഗായിക എന്നിവർക്ക് കൂടി അവാർഡുകൾ നൽകുന്നതാണ്. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളോട് അടക്കമുള്ള സ്റ്റോളുകൾ മേഖലയിലുണ്ടാവും. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങൾ കാർഷിക മേഖലയിലേക്ക് പകർത്തിയാൽ കേരളത്തിലെ കാർഷികോൽപാദനം, ജൈവ കൃഷിയും കൂടെ നമ്മൾ സ്വീകരിച്ചാൽ കാർഷികോൽപാദനം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇരട്ടിയാക്കാൻ കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ. അതുപോലെ ഇടുക്കി നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് സ്റ്റേറ്റിന് മുഴുവൻ ബാധകമാണ്. ഞാൻ പ്രത്യേകമായി താല്പര്യമെടുത്തിരിക്കുകയാണ്. 4 കൊല്ലം കൊണ്ട് പാലുൽപാദനം 3 ഇരട്ടിയാക്കി കൊടുത്തു. ഈ ഹോമിയോ ഗുളിക കൊടുക്കുന്നത് പോലെയാണ് ഈ കാർഷിക ആശയങ്ങൾ കൊടുക്കുന്നത്. ഒരു കൊണ്ട് താല്പര്യം നമ്മളിപ്പോ ഈ അവാർഡ് ലഭിക്കുന്ന ആളുകൾക്ക് വരാനും സാധ്യതയുണ്ട്. അല്ല, ജഡ്ജസിന് വയ്ക്കും. ജഡ്ജസിനെല്ലാം ലഭിക്കും. നമ്മുടെ സംഗീത സംവിധായകനും ഗാനരചയിതാവിനും വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അവാർഡ് നല്ല പാനൽ ഓഫ് ജഡ്ജസിനെ വേണം. നിഷ്പക്ഷമായ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പെടുന്ന കുറെ കർഷകരെയെല്ലാം പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നു. കൃഷിയുടെ കാര്യത്തില് ക്ഷീര കർഷകർ, പോൾട്രി
നടന്നോട്ടെ. തമിഴ്നാട്ടിലൊക്കെ കമ്പൽസറി ആണല്ലോ എല്ലാ വീടുകളിലും ആ ഒരു ആശയത്തിന് പ്രചാരം കൊടുക്കുക. സ്ഥാപനങ്ങളല്ല, സ്കൂളുകൾ, കോളേജുകൾ, അവർക്കെല്ലാം റെയിൻ വാട്ടർ ഹാർവസ്റ്റ് ആവശ്യപ്പെടുന്നത് വെള്ളം ശേഖരിക്കുക. മേൽക്കൂരകളിൽ നിന്ന് ശേഖരിച്ചാൽ പിന്നെ അവർക്ക് വേറെ വെള്ളം നോക്കേണ്ട കാര്യമില്ല. ശുദ്ധമായ കുടിവെള്ളം എല്ലാ സ്ഥാപനങ്ങൾക്കും ഉറപ്പാക്കും. റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. നമ്മളിപ്പോ ഇടുക്കിയിൽ ഏറ്റവും വലിയ 2 വർഷങ്ങളൊന്ന് ഈ ഗാർജിൽ വരെ ഒപ്പായിരുന്നു. അതുപോലെ ന്യൂട്രീനോ പരീക്ഷണം എന്ന് പറഞ്ഞൊരു അതൊരു ആശയമായിരുന്നു. അപ്പൊ ഒരു വിഷയമല്ല, അല്ല നമ്മുടെ മുന്നിലൊരു വിഷയമല്ല, അല്ല ശാസ്ത്ര വിഷയമല്ലേ കേരളത്തിനകത്ത് നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്നില്ല. പക്ഷെ ഗാഡ്ഗിൽ വിഷയമാണ്. ഗാഡ്ഗിലിനെ പറ്റിയുള്ള ചർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ല, വിഷയങ്ങൾ നിശ്ചയിച്ചിട്ടില്ല. സമയത്ത് എടുക്കണം, നേരത്തെ എടുത്തു പോകരുത്, ആ സമയമാകുമ്പോൾ എടുത്തു കൊണ്ടുള്ളത് മത്സരത്തിന് വേണ്ടി. ഇപ്പൊ ഒരു സംഘം പുതിയ ഹരിത രാഷ്ട്രീയക്കാരെത്തിയിട്ടുള്ളൂ. അതിനെങ്ങനെയാണ് ഗാന്ധി ഹരിത രാഷ്ട്രീയത്തെ ഞാൻ അനുകൂല. അവരുടെ നിലപാടുകളോടല്ല. നമുക്ക് ഈ കാട്, മരങ്ങൾ തന്നെ സംരക്ഷിക്കണം, ജലം സംരക്ഷിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജലസംരക്ഷണം. കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകാൻ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. അപ്പൊ അതെല്ലാം തീർച്ചയായിട്ടും നെല്ലിയാമ്പതിയിലൊക്കെ വനമേഖലയൊക്കെ സംരക്ഷിക്കണമേ. വനമായിട്ടുള്ള വനമായി സംരക്ഷിക്കണം, ഒരു സംശയമില്ല. പക്ഷെ എല്ലാം വനത്തിന്റെ പേര് മുദ്രകുത്തി കൃഷിയിടങ്ങളെ അങ്ങനെ മാറ്റാനും പാടില്ല. ഇതിനെവിടാണോ അതിർവരണം നിശ്ചയിക്കേണ്ടത്? അതായത് കോടതി രേഖകളിൽ കൃത്യമായിട്ടുള്ള രേഖകളുണ്ട്. വനപ്രദേശമൊക്കെ ജണ്ടായിട്ട് തന്നെ